എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് 29 തീയതി വരെ നൽകാവുന്നതാണ്. അപ്പോൾ മെയ് 28 തീയതി വരെയാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അതായത് 100 സീറ്റ് ഉണ്ടെങ്കിൽ അതായത് 100 സീറ്റിൽ ഒരു നിശ്ചിത ശതമാനം സീറ്റ് അതായത് 50% സീറ്റ് മെറിറ്റ് സീറ്റ് ഉണ്ടാവും, 50% സീറ്റ് കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു മെറിറ്റ് സീറ്റിൽ തന്നെ സ്പോർട്സ് കോട്ട സീറ്റുകൾ ഉണ്ട്. അപ്പോൾ ഈ സ്പോർട്സ് കോട്ട സീറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കാം. നിങ്ങൾക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഇനങ്ങളിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ എന്തെങ്കിലും ആ ഒരു അച്ചീവ്മെൻറ്റ്സ് അതായത് എന്തെങ്കിലും നേട്ടങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ വെച്ച് ഇപ്പോൾ +1 പ്രവേശനത്തിൻ്റെ സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ചില വിദ്യാർത്ഥികൾ ഫുട്ബോൾ, ക്രിക്കറ്റ് അതുപോലുള്ള വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നേടിയിട്ടാം. ചില വിദ്യാർത്ഥികൾ ബാഡ്മിൻ്റൺ, ഷട്ടിൽ അതുപോലെ തന്നെ അതായത് ചെസ്സ്, ഹോക്കി ഇതുപോലെ വിവിധ വിഭാഗങ്ങളായിട്ട് അതായത് കായിക ഇനങ്ങൾ തന്നെ വിവിധ ഇനങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ തന്നെ പലതരം ഇനങ്ങളുണ്ട്. അതായത് ഓട്ട മത്സരമുണ്ട്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മത്സരങ്ങളുണ്ട്, നീന്തലുണ്ട്, അതുപോലെ പല തരത്തിലുള്ള മത്സരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള മത്സരങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റുകൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം എങ്ങനെയാണ് ഈ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പറയാം. അതിനുമുമ്പായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ആണ്. ഇങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിൽ നൽകുന്ന നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കണം. കാരണം ഒരു തവണ രജിസ്ട്രേഷൻ ചെയ്ത് എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീണ്ടും തിരുത്താനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, തെറ്റിപ്പോരുത്. അതുപോലെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. പ്രിൻ്റ് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഇനങ്ങളിലാണ് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയുള്ളത് ആ ഒരു സർട്ടിഫിക്കറ്റുകളും എടുത്തുകൊണ്ട് നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസുകൾ ഉണ്ടാവും. അപ്പോൾ ജില്ലാതല സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ട് ഈ ഒരു അപേക്ഷ കൊടുത്തിട്ടുള്ളത് അതായത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ അവിടുന്ന് വെരിഫൈ ചെയ്യും. ഇങ്ങനെ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്കൊരു സ്കോർ നൽകും. നിങ്ങൾക്ക് ആ സ്കോർ കാർഡ് നൽകും. സ്കോർ കാർഡ് എന്ന് പറയുമ്പോൾ അത് അവർ ഓൺലൈനായിട്ടാണ് ആ ഒരു സ്കോർ കാർഡും കാര്യങ്ങളൊക്കെ നൽകുക. അപ്പോൾ ഇങ്ങനെ പോയിട്ട് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷിച്ച രീതിയിൽ തന്നെ ഏത് ജില്ലയിലേക്കാണോ കൊടുക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിവിടെ നൽകുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കീം അതുപോലുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. അത് ബാക്കി സാധാരണ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതുമൊക്കെ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനു മുമ്പായിട്ട് ഇതിൻ്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള ആ ഒരു ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സർക്കുലറിൽ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ അപേക്ഷ കൊടുക്കാൻ പറ്റുക. അതുപോലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും ഇല്ല അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ആ ഒരു അവസാന ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഇവിടെ മുഖ്യഘട്ടത്തിൻ്റെ അതായത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു എന്തെങ്കിലും മികവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ ഒരു അതിൻ്റെ കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷനും അതുപോലെ വെരിഫിക്കേഷനും ചെയ്യാനുള്ള അവസരം 23 തീയതി അതായത് ഓൾറെഡി ഇത് ആരംഭിച്ചിട്ടുണ്ട്. 28 തീയതി വരെയാണ് ഇതിനുള്ള അവസരം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ ചെയ്യാനും സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ സർട്ടിഫിക്കറ്റും വെരിഫിക്കേഷൻ ചെയ്യാനുള്ള അവസരം മെയ് 28 തീയതി വരെയാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് വഴി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 24/5/2025 അതായത് മെയ് 24 തീയതി അതായത് ഇന്നലെ മുതൽ നിങ്ങൾക്ക് ഇതിനുള്ള അവസരം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള അപേക്ഷ അവസാനിപ്പിക്കേണ്ടത് നിങ്ങൾ ഫൈനലായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ
കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് മുഖേന നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകി ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നൽകിയ ശേഷം നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 29-ാം തീയതിയാണ്. അതുപോലെ സ്പോർട്സ് കോട്ട മുഖ്യഘട്ട അലോട്ട്മെൻറ്റിലെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് തീയതി എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 3-ാം തീയതിയും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലെ അവസാനഘട്ട അലോട്ട്മെൻറ്റ് 16-ാം തീയതിയാണ്, ജൂൺ 16-ാം തീയതിയാണ്. അതിനുശേഷം സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും വെരിഫിക്കേഷൻ ചെയ്യുന്നതിനും അതായത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരം അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാനുള്ള അവസരം ഈ ഒരു ജൂൺ 18 മുതൽ ജൂൺ 20-ാം തീയതി വരെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ജൂൺ 19-ാം തീയതി മുതൽ ജൂൺ 21-ാം തീയതി വരെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ഓൾറെഡി അപേക്ഷിച്ച് സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ അത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് തീയതി 25/6/2025 അതായത് ജൂൺ 25 മുതൽ ജൂൺ 26-ാം തീയതി വരെയാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് ശേഷം ബാക്കി ഏതെങ്കിലും സ്പോർട്സ് കോട്ട സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് പൊതു മെറിറ്റ് സീറ്റായിട്ട് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേന നടത്തുന്ന അലോട്ട്മെൻറ്റ് വഴി ആ ഒരു സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ഇവിടെ HSKP വെബ്സൈറ്റിലെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. sports.school.hsc.kerala അതായത് ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഇത് sports.hscap.kerala.gov.in എന്നാണ് ഇതിൻ്റെ ആ ഒരു വെബ് അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം ഓൺലൈനായിട്ട് പൂരിപ്പിക്കുക. പിന്നീട് രജിസ്ട്രേഷൻ ഫോമിൽ എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്ത ശേഷം അന്തിമമായിട്ട് സമർപ്പിക്കുക. പിന്നീട് രജിസ്ട്രേഷൻ സ്ലിപ്പ് പ്രിൻ്റ് എടുക്കുക. നിങ്ങളുടെ മികവുകൾ തെളിയിക്കുന്നതിനായിട്ട് സ്ലിപ്പ് അതായത് നിങ്ങളുടെ എല്ലാവിധ സ്പോർട്സ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ എല്ലാവിധ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എടുത്തുകൊണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ ഹാജരാവുക. സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ലഭിക്കുന്ന ഒരു പ്രിൻ്റ് ഔട്ട് കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതായത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് കൂടി വിദ്യാർത്ഥികൾ ഈ ഒരു പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങളുടെ എല്ലാവിധ സ്പോർട്സിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എടുക്കേണ്ടതാണ്. അതിനുശേഷം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. സ്കോർ കാർഡ് എന്ന് പറയുമ്പോൾ അത് കമ്പ്യൂട്ടർ വഴി അവർ ചെയ്യുന്നതാണ്, അല്ലാതെ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് എന്നുള്ള രീതിയിൽ ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ഓൺലൈൻ ഉണ്ട്, അതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഉണ്ട്, പ്രിൻറ്റ് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അതായത് കൊടുക്കാനായിട്ട് അതൊക്കെ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ആ ഒരു രജിസ്ട്രേഷനിലും കാര്യങ്ങളൊക്കെ അത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജില്ലാതല സ്പോർട്സ് കൗൺസിലിൻ്റെ ആ ഒരു സെൻറ്റേഴ്സ് അറിയില്ലെങ്കിൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ കോൺടാക്റ്റ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ നിങ്ങൾക്കതിൽ ആ ഒരു ഓരോ ജില്ലയിലും സ്പോർട്സ് കൗൺസിൽ ഓഫീസിൻ്റെ ഫോൺ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കതിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഈ ഒരു സ്പോർട്സ് കൗൺസിൽ സെൻറ്റർ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൗ ടു രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരുമെന്നല്ല, അതൊരു PDF-ൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യ സ്ക്രീനിൽ തന്നെ നിങ്ങൾ രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതായത് ഒരു 10ാം ക്ലാസ്സിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ മാസം, അതുപോലത്തെ വർഷം, അതുപോലെ ഏത് സ്കീമിലാണ് അതായത് SSLC 2024-25 ആണെങ്കിൽ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇതുപോലെ യു ആർ നോട്ട് എ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്, ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ പ്ലീസ് ക്ലിക്ക് ഹിയർ എന്നുള്ള കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ, അതുപോലെ തന്നെ ജനനത്തീയതി, അതുപോലെ തന്നെ ഫോൺ നമ്പർ, അതുപോലെ മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ ID, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ്, പിൻകോഡ്, ജില്ല എന്നിവ നൽകാനുണ്ടാവും. ഇവിടെ നിങ്ങൾക്കൊരു ചുവപ്പ് സ്റ്റാർ ഇട്ടത് കാണാൻ പറ്റും. ആ സ്റ്റാർ ഇട്ട ഭാഗമൊക്കെ കൃത്യമായിട്ട് നിർബന്ധമായിട്ടും ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങളാണ്. അപ്പോൾ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെയാണ് പേജ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു പേജിലാണ് നിങ്ങൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കായിക നേട്ടം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് കായിക നേട്ടം എന്നുള്ളത്, അതുപോലെ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു കായിക നേട്ടം കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് ഇനത്തിലാണ്, അതായത് ഏതാണ് മത്സരം എന്നുള്ളതാണ്, അതുപോലെ ഏത് മാസം, ഏത് വർഷം, ഏത് സ്ഥാനത്താണ്, അതായത്
എന്താണ് സ്ഥാനം എന്നുള്ളതാണ്. അതുപോലെ അത് പുതിയ റെക്കോർഡായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കൂടുതൽ, അതായത് നിങ്ങൾക്ക് ഒന്നിലധികം അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് മോർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസ്, അതായത് വീണ്ടും ഇതേ സെയിം ബോക്സ് തന്നെ വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓൾറെഡി നൽകിയത് ഓട്ടോമാറ്റിക്കലി അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ അടുത്ത ആ ഒരു കായിക നേട്ടം എന്താണ്, വിഭാഗം ഏതാണ്, ഇനം ഏതാണ്, ഏത് മാസത്തിലാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ ഏത് വർഷത്തിലാണ്, സ്ഥാനം എന്താണ്, അത് പുതിയ റെക്കോർഡായിരുന്നു എന്നുള്ളത് കൊടുത്ത ശേഷം ആഡ് മോറിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം മുകളിലായിട്ട് അച്ചീവ്മെൻറ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഈ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഫൈനൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവും. അതേസമയം നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നൽകിയ വിവരങ്ങളൊന്നും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് സേവ് പെർമിറ്റ് ടു എഡിറ്റ് ലേറ്റർ എന്നുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഫൈനൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് തിരുത്തലുകളൊന്നും പിന്നീട് വരുത്താൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രിൻറ്റുമായിട്ട് നിങ്ങളുടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് സന്ദർശിക്കുക. നിങ്ങൾ രേഖപ്പെടുത്തിയ കായിക നേട്ടങ്ങൾ തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനൽ നിർബന്ധമായിട്ടും ഹാജരാക്കണം. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ സേവ് ആൻഡ് എഡിറ്റ് പെർമിറ്റ് ലേറ്റർ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ വർഷവും അതുപോലെ മാസം അതുപോലെ നിങ്ങളുടെ സ്കീം എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് രജിസ്റ്റർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. അതിൽ കൊടുത്തിട്ട് ആ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അത് ആ സമയത്ത് നിങ്ങൾ വിവരം കൊടുത്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ കാണുന്നത് പോലെ നിങ്ങൾക്ക് സ്ക്രീൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്റ്റർ നമ്പർ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജനന തീയതി കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് നേരത്തെ കണ്ടതുപോലെ, അതായത് ഇതുപോലെയുള്ള ഭാഗങ്ങൾ, അത് ബാക്കിയുള്ള നിങ്ങളുടെ പേര് അതുപോലുള്ള ഡീറ്റെയിൽസ് കൊടുത്ത ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങളുടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത ആ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും വീണ്ടും എഡിറ്റ് ചെയ്യാൻ ഉണ്ടാവുമെങ്കിൽ സേവ് പെർമിറ്റ് എഡിറ്റ് ലേറ്റർ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ഇനി പ്രത്യേകിച്ച് അച്ചീവ്മെൻറ്റ്സ് ഒന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ, എല്ലാം ഓക്കെ ആണെങ്കിൽ ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പിന്നീട് നിങ്ങളുടെ വിവരങ്ങൾ മാറ്റാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വിദ്യാർത്ഥികൾ ഫൈനൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ. അതുപോലെ ഫൈനൽ സബ്മിറ്റ് ചെയ്താലേ നിങ്ങളുടെ സ്ലിപ്പ് പ്രിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഫൈനൽ സബ്മിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ അതിനുശേഷം കൺഫേം ഫൈനൽ സബ്മിഷൻ അതുപോലെ ക്യാൻസൽ, അതുപോലെ ബാക്ക് ടു എഡിറ്റ് എന്നിങ്ങനെ 3 ബട്ടൺ സ്ക്രീനിൽ കാണാൻ പറ്റും. കൺഫേം ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ നടക്കുകയും സ്ലിപ്പ് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ബാക്ക് ടു എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ വീണ്ടും എഡിറ്റ് ചെയ്യാനും തിരുത്താനും സാധിക്കും. ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോം പേജിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പോർട്സിൻ്റെ ആ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. കാരണം നിങ്ങൾക്ക് അത് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റും ഈ സ്ലിപ്പും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പ്രിൻ്റല്ല, ജസ്റ്റ് നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം പിന്നീട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഇവിടെ പ്രസിദ്ധീകരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ, അത് നേരത്തെയുള്ള ആ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതായത് HSK വെബ്സൈറ്റിൽ ആ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും, അത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ ഓപ്ഷൻ കൊടുക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്നിലധികം ജില്ല വേണമെങ്കിൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോർട്സ് രജിസ്ട്രേഷൻ
നമ്പർ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതായത് അപ്ലൈ ഓൺലൈൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതും താല്പര്യമുള്ള സ്കൂളും കോഴ്സുകളും ഒക്കെ ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.